ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രം കാണാൻ സാധിക്കുന്നതാണ് രാജ്യസ്നേഹവും രാജ്യദ്രോഹവും. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് രാജ്യസ്നേഹികളെ കണ്ടു. പാകിസ്ഥാൻ രാജ്യസ്നേഹികളെയാണെന്ന് മാത്രം. സിന്ദൂറിന്റെ സമയത്ത് നമ്മൾ ഒരുപാട് രാജ്യദ്രോഹികളെ കണ്ടു. ഇന്ത്യയോടുള്ള രാജ്യവിരുദ്ധതയാണെന്ന് മാത്രം. പ്രത്യേകിച്ച് അതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത് മലയാളികളാണ് എന്നതിൽ കേരളക്കാർ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും എമ്പാടും അഭിമാനിക്കാം. പാകിസ്ഥാനെ ആക്രമിക്കരുതെന്നും പാകിസ്ഥാനെ വെറുതെ വിടുന്നത് നമ്മുടെ ക്വാളിറ്റിയാണെന്നും പറഞ്ഞ് താത്തമാരി രംഗത്ത് വരുന്നു. മതമാണോ രാജ്യമാണോ വലുത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മതമാണ് എന്ന് പറഞ്ഞ് തട്ടമിട്ട ഉമ്മച്ചി കുട്ടികൾ രംഗത്ത് വരുന്നു. പബ്ലിക് ഒപ്പീനിയനിൽ അവരൊക്കെ വന്ന് നെഞ്ചു നിവർത്തി നിന്ന് പറയുന്നു, മതമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം. അപ്പോൾ മറ്റ് പൊട്ടിട്ട പെൺകുട്ടികൾ പറയുന്നു, രാഷ്ട്രമാണ് പ്രധാനം. അതെ, രണ്ടാമതൊന്നും ഞങ്ങൾക്ക് ചിന്തിക്കാനില്ല. രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രം തന്നെയാണ് വലുത് എന്ന്. ഓരോരുത്തരും വളർന്നു വരുന്ന പശ്ചാത്തലം തികച്ചും വ്യത്യസ്തമാണ്. ഒരു വിഭാഗം ലിബറൽ ആശയങ്ങളുമായി രാജ്യത്തിനോട് കൂറ് പുലർത്തുന്ന രൂപത്തിൽ വളർന്നു വരുമ്പോൾ മറ്റവർ റിജിഡായിട്ടുള്ള മാനസികാവസ്ഥയിൽ മതവിരുദ്ധതകൾ, അന്യമത വിരോധങ്ങൾ, നമ്മുടെ മതം മാത്രം ചക്കരയാണ് എന്ന ലെവലിലാണ് വളർന്നു വരുന്നത്. ഞാൻ ഇവിടെ വന്നത് ശരിക്കും കോൺഗ്രസിന്റെ പ്രതിനിധി എന്താണ് നമ്മുടെ EVM കുറ്റം പറയുമ്പോൾ അതിന് മറുപടി പറയാൻ അതൊക്കെ പഠിക്കാണ് ഇവിടെ വന്നിരുന്നത്. പക്ഷെ അദ്ദേഹം കുറ്റം പറയാത്തതുകൊണ്ട് ഇനിയിപ്പോ അതേപറ്റി സംസാരിക്കുന്നില്ല. വേറൊരു കാര്യം പറയാം. ഞാൻ രാവിലെ 7 മണി തുടങ്ങി കേരളത്തിലെ ജനൻ TV ഒഴിച്ചുള്ള മറ്റ് TV ചാനലുകളെല്ലാം കണ്ടു. അതിൽ നടന്നുകൊണ്ടിരുന്ന കോപ്രായങ്ങളും വൃത്തികേടുകളും അസഭ്യവും അനീതിയും കള്ളത്തരവും വഞ്ചനയും എല്ലാം കണ്ടു. എന്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ഒരു പരാതി ഉള്ളത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ്. കാരണം ഈ രീതിയിൽ തെമ്മാടിത്തരം പബ്ലിക്കായിട്ട് കാണിക്കണമെങ്കിൽ വലിയൊരു ലെവലിൽ നാർക്കോട്ടിക് അടിച്ചാൽ മാത്രമേ പറ്റൂ. അല്ലാതെ ഒരു സുബോധമുള്ള ആൾക്കാർക്ക് ആർക്കും മനോരമ, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ, 24 അങ്ങനെ അനേകം ചാനലുകളിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഈ കൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് ആദ്യം അന്വേഷിക്കേണ്ടത് ഈ ചാനൽ ഫ്ലോറുകളിൽ നാർക്കോട്ടിക്സിന്റെ സപ്ലൈ ഉണ്ടോ, ഉണ്ടെങ്കിൽ ആരാണ് കൊടുക്കുന്നത്, ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇത് മീഡിയ മാനേജ്മെന്റ് അറിഞ്ഞാണോ ചെയ്യുന്നത്, ഈ കാര്യത്തെ സംബന്ധിച്ച് കേന്ദ്രം ഒരു അന്വേഷണം നടത്തും. കാരണം രാജ്യദ്രോഹം അങ്ങോട്ട് വാരി വെതറുക. രാജ്യദ്രോഹിയൊക്കെ ഒരിടത്ത് ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കാണിക്കുന്നത്. പിന്നെ ഇന്നത്തെ വിജയം ഞാൻ ആത്മാർത്ഥമായിട്ട് സമർപ്പിക്കുന്നത് ബഹുമാന്യായ കേരളത്തിന്റെ അഭിമാനമായ ശ്രീമതി PT ഉഷയ്ക്കാണ്, ഹരിയാനയിലെ വിജയം. കാരണം കഴിഞ്ഞ ഒരു മാസം യാതൊരു കാരണവുമില്ലാതെ ഇവിടെ എവിടെ നിന്നാണ് രാജ്യദ്രോഹം വരുന്നത് എന്ന് മനസ്സിലായില്ലേ? അതായത് എവിടെയാണ് രാജ്യസ്നേഹിയുള്ളത്, എവിടെയാണ് രാജ്യദ്രോഹിയുള്ളത് എന്ന് നമുക്ക് വ്യക്തമാകുകയാണ്. രാഘവൻ നമ്പൂതിരി എന്ന മുജീബ് റഹ്മാൻ ചാവേറായി മാറിയത് നമ്മൾ കണ്ടില്ലേ? ചാവേർ ആക്രമണം നടത്താൻ ആള് പദ്ധതി ഇട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കൊച്ചിയുടെ സൈനിക താവളത്തിലേക്ക് വിളിച്ച് INS വിക്രാന്തിന്റെ ലൊക്കേഷൻ ചോദിച്ച കോഴിക്കോട് സ്വദേശി എലത്തൂരുകാരൻ. ഇവരെ പിടിച്ചു കഴിഞ്ഞപ്പോൾ കേരള പോലീസ് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് മാനസിക രോഗിയാണ് എന്നുള്ള ഒരു ഇളവ് അവന് ലഭിക്കുന്നതിന് വേണ്ടി. ഈ ഫോട്ടോയിൽ കാണുന്ന മുജീബ് റഹ്മാൻ ഓപ്പറേഷൻ സിന്ദൂർ കുടുംബിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഏഴിമല നാവിൽ അക്കാദമിയിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, INS വിക്രാന്ത് ഇപ്പോൾ എവിടെയാണുള്ളത്, കരയിൽ നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ ദൂരത്താണുള്ളത്, അതിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അടക്കം ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഉടൻ വേണം. എന്റെ പേര് രാഘവൻ നമ്പൂതിരി എന്നാണ്, ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, വിത്തിൻ 5 മിനിറ്റ്സ് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് വേണം എന്നാണ് അവിടെ ഫോൺ ചെയ്തത്. അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത ആൾക്ക് സംതിങ് ഫിഷിയാണെന്ന് തോന്നി, ഇത് ഫേക്ക് കോളാണ് മനസ്സിലായി. അപ്പോൾ തന്നെ അവർ ഇന്റർണൽ സൈബർ വിങ്ങിൽ കണക്ട് ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് അവർക്ക് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്പറാണ് കറക്റ്റ്, ആരാണ്, ഫോൺ നമ്പറിന്റെ ഉടമ ആരാണെന്ന് ശരിക്കും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അവർ പോലീസിനെ അറിയിക്കുന്നു. പോലീസിന് ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ, അതായത് പോലീസിന്റെ ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഇവനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഏത് നമ്പർ, ഈ നമ്പറൊക്കെ വെച്ച് ലൊക്കേഷൻ ഏതാണെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സൈബർ സെല്ലിന്റെ സഹായത്തോട് കൂടിയാണ് ഇവന്റെ ഫുൾ ഡീറ്റെയിൽസ്, പിൻകോഡ് അടക്കം പിന്നീട് പിടിക്കുന്നത്. അതായത് കോഴിക്കോട് സ്വന്തം സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസ് അപ്പോൾ തന്നെ ഇവനെ പൊക്കി ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ ടെറർ ആക്ടിവിറ്റീസുമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ ഇവന്റെ ഫോണിൽ നിന്ന് ലഭിച്ചു എന്നാണ് വിവരം. അപ്പോൾ ഇവൻ കൂടുതലും, അതായത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കൂടുതലും ഫോളോ ചെയ്യുന്ന, അതായത് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കൂടുതൽ ഇവൻ ഫോളോ ചെയ്യുന്ന പേജുകൾ പാകിസ്ഥാൻ ബേസ്ഡ്, ഈ മിലിറ്ററി ബേസ്ഡ്, ടെററിസ്റ്റ് ബേസ്ഡ്, അവരെ അങ്ങനെയുള്ള പേജുകളായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ വീഡിയോസ് കാണാം. പിന്നെ എന്താ പറയുക, ഹമാസിന്റെ അത്തരത്തിലുള്ള അവർ ഓരോ ചാവേർ ആക്രമണം നടത്തി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അത്തരത്തിലുള്ള വീഡിയോകൾ കാണാം. പിന്നെ ഇത്തരം ആർട്ടിക്കിൾസ്, ട്രാൻസ്ലേറ്റഡ് വേർഷൻ കുറെ ഇതൊക്കെ കാണാം. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇവന്റെ ഫോണിൽ നിന്ന് കണ്ടെടുത്തു. കൂടാതെ മാത്രമല്ല കുറെ ചാവേർ ആക്രമണം നടത്തിയ ആൾക്കാർ, ചാവേർ ആക്രമണം നടത്തുന്നതിന് മുന്നേ
മുന്നേ തന്നെ പറയുന്ന കാര്യങ്ങൾ, അതായത് അവർ മതത്തിന്റെ റിലേറ്റഡ് ചെയ്ത കുറെ കാര്യങ്ങൾ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അതായത് ഷോപ്പിയാണ്ട് ഇന്ത്യൻ സേനയുടെ ആക്രമണത്തിൽ മരിക്കുന്നതിന് മുന്നേ ഒരു തീവ്രവാദി സ്വന്തം ഉമ്മയെ വിളിച്ചിട്ട് പറയാണ്, എന്താ പറയുക, ഉമ്മ കരഞ്ഞു പറയണം മോനെ എങ്ങനെയെങ്കിലും കീഴടങ്ങാൻ. അപ്പോൾ അതിന് മുന്നേ എന്താ പറയുക പറയണം, തീവ്രവാദി പറയണം, മറുപടി കൊടുക്കുകയാണ്, സൈന്യം വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം കീഴടങ്ങണോ വേണ്ടിയോ. അത്തരത്തിലുള്ള കുറെ വീഡിയോസ് ഈ ചാവേർ ആക്രമണം. അതായത് ഇപ്പോ ജമീഷ മുബിൻ എന്ന് പറയുന്ന കോയമ്പത്തൂരുകാരൻ പൊട്ടിത്തെറിക്കാൻ പോകുന്നതിന് മുമ്പ് പൊട്ടിത്തെറിക്കാൻ പോയവരെയൊക്കെ പോയിട്ട് പരാജയപ്പെട്ട് ജയിലിൽ കിടന്ന ആളുകളെയൊക്കെ ചെന്ന് കണ്ടിരുന്നു. പൊട്ടിത്തെറിക്കാൻ പ്ലാൻ ഇട്ടിട്ട് അതിനു മുമ്പ് തന്നെ NIA-യും പോലീസും ഒക്കെ പിടിച്ചതിന്റെ പേരിൽ ലക്ഷ്യസ്ഥാനത്ത് ഹൂറികളെ പ്രാപിക്കാൻ സാധിക്കാതെ പോയ ആളുകളെ വിവിധ ജയിലുകളിൽ ചെന്ന് കണ്ടിട്ടുണ്ട് ഈ കോയമ്പത്തൂരുകാരൻ. പ്രത്യേകിച്ച് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുന്ന കൊടും ഭീകരനെ വരെ ജമീഷ മുബിൻ കണ്ടെത്തിയിരുന്നു പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് എന്നുള്ള ഒരുപാട് വിവരങ്ങൾ NIA തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്റെ ശരീരത്തെ എപ്പോഴാണ് ഇനി സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടുന്നത് എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ നമ്മുടെ രാഘവൻ നമ്പൂതിരി എന്ന മുജീബ് റഹ്മാൻ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഓരോരുത്തരും എങ്ങനെയാണ് ചാവേറാക്രമണം നടത്തിയത്, അവരെങ്ങനെയാണ് അതിനകത്ത് വിജയിച്ചത് എന്നതായിരുന്നു ആള് നോക്കിയിരുന്നതെല്ലാം. നടത്തുന്നതിന് മുന്നേയുള്ള, അതായത് തീവ്രവാദികൾ പറയുന്ന വീഡിയോസ് ഇവന്റെ മുജീബ് റഹ്മാന്റെ ഫോണിൽ നിന്ന് കിട്ടിയെന്നാണ് വിവരം. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇവനൊരു ചാവേർ ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാണ്ട് കറക്റ്റ്, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിൽ കുട്ടുംബിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഇഗർലി വെയിറ്റിംഗ് ആണ്, അതായത് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു നാശനഷ്ടം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. അതായത് ഇന്ത്യ തന്നെ പാകിസ്ഥാന്റെ F-16 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടു, പിന്നെ ഒരുപാട് അവർ എയർബേസുകൾ അറ്റാക്ക് ചെയ്തു, അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കി. പക്ഷെ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് അവർ ഇങ്ങോട്ട് അയക്കുന്ന ഒരു ഡ്രോണുകൾ പോലും ഇവിടെ വീഴുന്നില്ല, ഒരാൾക്ക് പോലും പരിക്കേൽക്കുന്നില്ല. അതിർത്തിയിൽ ഷെല്ലാക്രമണത്തിലാണ് കുറച്ച് ഗ്രാമീണർ കൊല്ലപ്പെട്ടത്, അല്ലാതെ അവർ ആക്രമിച്ച ഡ്രോൺ ഉപയോഗിച്ചിട്ടൊക്കെ അറ്റാക്ക് നടത്തിയ ഒരു നാശനഷ്ടം ഇവിടെ ഉണ്ടാവുന്നില്ല. നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് S-400 ആകാശം അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇന്റഗ്രേറ്റഡ് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ളത് കൊണ്ട് ഒരു ഡ്രോണും ഒരു മിസൈലും ഒരു എയർക്രാഫ്റ്റ് പോലും ഇവിടെ പതിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ പാകിസ്ഥാനിൽ പരിങ്ങനായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ മുജീബ് റഹ്മാൻ പെട്ടെന്ന് എന്താ പറയുക നേവൽ അക്കാദമിയിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ INS വിക്രാന്ത് എവിടെയാണ്. INS വിക്രാന്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ എന്താ പറയുക ഇത് വിമാനം ക്യാരി ചെയ്യാൻ പറ്റുന്ന, എയർക്രാഫ്റ്റ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പലാണ്. നമ്മൾ കൊച്ചി ഷിപ്പ്യാർഡിനാണ് അതിന്റെ പണികളൊക്കെ പൂർത്തിയാക്കി. ഈ അടുത്ത കാലത്താണ് പ്രധാനമന്ത്രി കൊച്ചി ഷിപ്പ്യാർഡിൽ വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ ആ സമയത്ത് എന്താ പറയുക ഈ INS വിക്രാന്തിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ TV ചാനലുകളൊക്കെ കണ്ടതാണ്. ഇതിന്റെ കപ്പാസിറ്റി എന്താണ്, ഇതിന്റെ കാപ്പബിലിറ്റി എന്താണ്, എത്രത്തോളം ഡിസ്ട്രക്റ്റീവ് ആണ്, എത്രത്തോളം നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ഇത് ഗുണമാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് വീഡിയോ ഒരുപാട് കേരളത്തിലെ പ്രമുഖ എന്താ പറയുക എല്ലാ ന്യൂസ് ചാനലുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളും അതിന്റെ കുറെ എന്താ പറയുക വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവന്റെ ഫോണിൽ. അപ്പോൾ എല്ലാം കൂടി കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതായത് ഇവരൊരു പാകിസ്ഥാന്റെ ഒരു ചാരനാണോ, അതായത് പാകിസ്ഥാൻ പരിങ്ങളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ INS വിക്രാന്ത് പോലത്തെ ഒരു എന്താ പറയുക ഇതൊക്കെ തകർത്ത് കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയുക എന്നിട്ട് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞ ഈ രാഘവൻ നമ്പൂതിരി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ NIA എന്തായാലും വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ മാനസിക രോഗിയാണെന്ന്. അപ്പോൾ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നതിന്റെ ഇത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹമാസോളികളെല്ലാം ആദ്യമേ തന്നെ മാനസിക രോഗത്തിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ബൈബിള് കത്തിച്ച മുഹമ്മദ് മുസ്തഫയ്ക്കും ഉണ്ടായിരുന്നു മാനസിക രോഗത്തിന്റെ സർട്ടിഫിക്കറ്റ്. ഷഹീൻ ബാഗ് എന്ന് പറയുന്ന ഡൽഹി സ്വദേശി ഇവിടെ വന്നിട്ട് ഏലത്തൂരിലെ കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസിന് തീവയ്ക്കുമ്പോൾ, പെട്രോൾ ഒഴിച്ച് തീവയ്ക്കുമ്പോൾ അവനും ഉണ്ടായിരുന്നു മാനസിക രോഗത്തിന്റെ സർട്ടിഫിക്കറ്റ്. ഇത്തരം മാനസിക രോഗികൾക്ക് രക്ഷപ്പെടാൻ ഏറ്റവും ഇളവ് ഈ സർട്ടിഫിക്കറ്റാണ്. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടറും ഇതിന്റെ എന്താ പറയുക അന്വേഷണ പരിധിയിലാണ്. ആ ഡോക്ടറിനെ അധികം വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. അതായത് ഫുൾ വൈരുദ്ധ്യങ്ങളാണ്, പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വൈരുദ്ധ്യങ്ങളാണ്. അതായത് അത് പറയുന്ന ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം വിദ്യാഭ്യാസമില്ല എന്ന തരത്തിലാണ് സംസാരിച്ചത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് തന്നെ എവിടെയാണ്, അതായത് ഇവിടെ വിളിച്ച് നേവൽ അക്കാദമിയിൽ വിളിച്ച് സംസാരിച്ചത് ഹിന്ദിയിലാണ്, അത്യാവശ്യം ഹിന്ദിയിലാണ്. പിന്നെ എത്ര നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ഇപ്പം കപ്പലുള്ളത്, അതിന് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും, ഇതൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ്. ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എന്താ പറയുക ഇതിന്റെ ഒരു കോർഡിനേറ്റ്സ് ആണ്. കറക്റ്റ് ആ കോർഡിനേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ കിട്ടും. ഒരുപാട് സൈറ്റുകളും മാപ്പുകളും ഒക്കെ അവൈലബിൾ ആണ്. ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരും. അപ്പോൾ ഇത്ര പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കണം, അത്യാവശ്യം ടെക്നിക്കൽ നോളജ് വേണം അല്ലേ. അപ്പോൾ ഇത്ര അതാ പറയുന്നത് ഇവന്റെ വാക്കുകളിലൊക്കെ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ ഇവർ ചില്ലറക്കാരനല്ല, എന്തായാലും ചില്ലറക്കാരനല്ല. കറക്റ്റ് ഈ മാനസിക രോഗി എന്താണ് കറക്റ്റ് നമ്പർ തപ്പി പിടിച്ചിട്ട് നേവൽ അക്കാദമി അവന്റെ സിസ്റ്ററുടെ വീട്ടിൽ പോയി സിസ്റ്ററുടെ ഫോണിൽ നിന്ന് വിളിക്കാൻ മാനസിക രോഗമുണ്ടായിരുന്നില്ല. ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ടുടനെ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നുള്ളതിന് അവന് മാനസിക രോഗമുണ്ടായിരുന്നില്ല. ഫോൺ ചെയ്തിട്ട് ഒളിവിൽ പോകണം എന്നതിൽ അവന് മാനസിക രോഗമുണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ പോലീസ് പിടിച്ചാൽ പറയുന്നതിന് വേണ്ടിയുള്ള ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ
ട്യൂഷൻ നേരത്തെ തന്നെ പഠിച്ച് ഹോംവർക്കുകൾ റെഡിയാക്കി വെക്കാൻ അവന് മാനസിക രോഗമുണ്ടായിരുന്നില്ല. പിടിച്ചു കഴിഞ്ഞ രാഘവൻ എന്ന് പറയാൻ അവന് മാനസിക രോഗമുണ്ടായിരുന്നില്ല. നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറയാൻ മാനസിക രോഗമുണ്ടായിരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒന്നുറപ്പാണ്, ഇവന്റെ ഫോണിൽ സെർച്ച് ചെയ്തതെല്ലാം ചാവേർ ആക്രമണത്തെ കുറിച്ചിട്ടായിരുന്നു. INS വിക്രാന്തിനെ കുറിച്ച് അവൻ ചോദിക്കുക കൂടി ചെയ്തപ്പോൾ ഏതാണ്ട് ഒരു കാര്യം ഉറപ്പായി, ഇവൻ ചാവേറാകുന്നതിനു വേണ്ടിയായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. അതുകൊണ്ട് ഇവന് മാനസിക രോഗത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടറാണ് ഇപ്പോൾ ആകെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കാരണം മാനസിക രോഗമില്ലാത്ത ഒരു വ്യക്തിക്കാണോ കക്ഷി സർട്ടിഫിക്കറ്റ് കൊടുത്തത്, അതോ ഇയാൾ മാനസിക രോഗി തന്നെയാണോ? പൊട്ടിത്തെറിക്കുമ്പോൾ മാത്രമായിരിക്കും ഇവന്റെ മാനസിക രോഗം എന്താണ് എന്ന് പുറത്തു വരുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുക ഇവന്റെ മാനസിക രോഗം മതമായിരുന്നു എന്നത്. അതുകൊണ്ടാണ് ഓടുന്ന കാക്കാമാർക്ക് ഒരു മുഴം മുമ്പേ ചൈന എറിഞ്ഞത്. ചൈനയിൽ മതം മാനസിക രോഗമായി പ്രഖ്യാപിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. നന്ദി.